ഈ നമ്മുടെ യോഗ ടെക്നിക്സ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ മർമ്മങ്ങളിൽ നോക്കുമർമ്മം എന്ന് പറയുന്നൊരു വിദ്യയുണ്ട്. അപ്പോൾ നോക്കുമർമ്മം കണ്ണാണ് നോക്കുമർമ്മം. പക്ഷേ ഈ കണ്ണുകൾ വെച്ച് തന്നെ മർമ്മത്തിൽ അഗസ്ത്യർ പറഞ്ഞിട്ടുള്ള രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള മർമ്മ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കൊരു വാർത്ത കേട്ടു. ഒരു ട്രെയിനിൽ ഒരു തിരുവനന്തപുരത്തുള്ളൊരു പെൺകുട്ടി, ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാൾ ചവിട്ടി പുറത്തേക്ക് ഇട്ടു. ഇത് ശരിക്കും ആ പെൺകുട്ടിക്ക് ആയോധനകല അറിയാമോ അറിഞ്ഞൂടെ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക്, ആ ഒരു പ്രസ്താവനയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഡോറിനടുത്ത് നിൽക്കുന്ന സമയത്തും ആ പെൺകുട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിയെ ചലഞ്ച് ചെയ്യാൻ പ്രാപ്തയാണോ എന്നുള്ളത് സ്വയം ചിന്തിക്കണം. ജാഗ്രത. എല്ലാ മനുഷ്യരിലും ഭക്ഷണക്രമത്തിൻ്റെ വ്യത്യാസം അവൻ്റെ പെരുമാറ്റത്തിലും വന്നിട്ടുണ്ട്. കുഴിമന്തിയും അൽഫാമും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഞാൻ ഭക്ഷണത്തിന് പ്രത്യേകം പറയുന്നില്ല. സാത്വിക ഭക്ഷണം കുറവ് വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക് ക്ലാസ്, 1.5 മണിക്കൂർ ക്ലാസ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് 6 മാസം വരെ നീണ്ടുപോകും. ഒരു കോഴ്സ് ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സാണ്. അതിലൊരു 60 മുതൽ 70 മർമ്മം വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും, കളരിയുടെ പ്രയോഗം വരുന്നുണ്ട്, കരാട്ടെ വരുന്നുണ്ട്, ഐക്യുഡോ വരുന്നുണ്ട്, പിന്നെ അതുപോലെ കുങ്ഫു വരുന്നുണ്ട്. ഒരു ശിഷ്യനെ ഇങ്ങനെ ഒരു പക്വമാക്കി എടുക്കാൻ ഇത്തിരി പാടാണ്. ഈ അങ്ങ് പറഞ്ഞ പോലെ ഇപ്പം കാലങ്ങളോളം മെഡിറ്റേഷൻ ചെയ്താലും യോഗ ചെയ്താലും ഒരാളുടെ മനസ്സിനെ നമ്മൾ പറയുന്ന രീതിയിലാക്കാൻ ഇത്തിരി പാടാണ് ഈ കാലഘട്ടത്തിൽ. എങ്ങനെ ഇത്ര ഈസി ആയിട്ട് അവരെ കൈകാര്യം ചെയ്യുന്നു? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ യോഗ ടെക്നിക്സ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ മർമ്മങ്ങളിൽ നോക്കുമർമ്മം എന്ന് പറയുന്നൊരു വിദ്യയുണ്ട്. അപ്പോൾ നോക്കുമർമ്മം കണ്ണാണ് നോക്കുമർമ്മം. പക്ഷേ ഈ കണ്ണുകൾ വെച്ച് തന്നെ മർമ്മത്തിൽ അഗസ്ത്യർ പറഞ്ഞിട്ടുള്ള രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള മർമ്മ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതിന് ഈ കാലഘട്ടത്തിൽ അത് ആരൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടി എനിക്ക് തരാൻ. ഞാൻ അതല്ല ചോദിച്ചത്, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെങ്ങനെ നമ്മൾ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതെ, മർമ്മം ഡേഞ്ചറാണ്, ആയുധമാണ്, വെട്ടുന്നില്ല, ഈ വാളും കത്തിന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അതെ, പക്ഷേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അയാൾ അവിടെ വീഴും. അപ്പോൾ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നതാണ് എൻ്റെ സംശയം. ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സിൽ ഞാൻ ഈ പറഞ്ഞ പോലെ യോഗ മെഡിറ്റേഷൻ എന്നുള്ളത് മസ്റ്റാണ്. അത് ആ 2 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു വാറിയറും, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു യോദ്ധാവുണ്ട്. അതെ, ഈ യോദ്ധാവിനെ ഉണർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും ഈ ഒരു ലൈവ് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇപ്പം കളരി ആയാൽ പോലും, കരാട്ടെ ആയാൽ പോലും, കുങ്ഫു ആയാൽ പോലും, ഈ കാലഘട്ടത്തിൽ അതൊരു ആയോധന കലയ്ക്കും അപ്പുറം ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം സ്കൂൾ മത്സരങ്ങളിലൊക്കെ നമുക്ക്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ നമുക്ക് സ്പോർട്സ് മത്സരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു മത്സരമിനമായിട്ട് മാറുമ്പോൾ ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന് പോയിട്ട് പ്രൈസ് മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതേ യോദ്ധാവ് ഒരു ലൈവ് പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. നിരവധി യോദ്ധാക്കന്മാർ ലൈവായിട്ട് ഒരു അടി നടക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോവുകയോ ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട് അഭ്യാസികൾ. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, കോമ്പറ്റീഷൻ ലെവലിൽ നമ്മൾ മത്സരിക്കുന്നത് പോലെ അല്ല പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സിൽ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സ് ആണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിനെ പറ്റി പഠിക്കുക. എങ്ങനെയാണ് നമ്മളൊരു ഇഷ്യൂവിലേക്ക് വരുന്നത് ഒന്ന്. അപ്പോൾ ഒരു വാറിയറിനെ സംബന്ധിച്ചിടത്തോളം അവന് 50% അവനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്, പ്രാക്ടിക്കൽ ഫൈറ്റ് സിറ്റുവേഷൻ വിൻ ചെയ്യണമെങ്കിൽ അവന് വേണ്ടത് ജാഗ്രതയാണ്. അലേർട്ട്, ഓൾവേസ് അലേർട്ട്. ആ അലേർട്ടിനാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ, നമ്മൾ കളരി ആശാന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, നമ്മൾ നിൽക്കുമ്പോൾ ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് മിനിമം കീപ്പ് ചെയ്യുക, ഒരു കൈ അകലം കീപ്പ് ചെയ്യുക. സ്നേഹിതരാണെങ്കിലും മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും ഒരു കൈയുടെ അകലത്തിന് അടുത്തേക്ക് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ അകലം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്നേഹിതരാണെങ്കിൽ അബദ്ധത്തിൽ പോലും കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു കയ്യോ കാലോ തട്ടുമ്പോൾ നമ്മുടെ മർമ്മസ്ഥാനത്ത് തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. ശത്രുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ നിഗ്രഹിച്ചെന്ന് വരാം. ഈ 2 സാധ്യത ഉള്ളതുകൊണ്ടാണ് കളരി ആശാന്മാർ പണ്ട് തന്നെ പറഞ്ഞത് ഒരു കൈ അകലം കീപ്പ് ചെയ്യുക. ആ 1 ഹാൻഡ് ഡിസ്റ്റൻസ് നമ്മൾ പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സിൽ ചെയ്യുന്നുണ്ട്. ഇനി 2 പ്രധാനമായിട്ട് ഉള്ള കാര്യം ഈ അലേർട്ട് എന്ന് പറയുന്ന കാരണം. ഞാനൊരു ചെറിയ ഉദാഹരണം വെച്ചിട്ട്, നമ്മൾ ഈ ഇടയ്ക്കൊരു
വാർത്ത കേട്ടു. ഒരു ട്രെയിനിൽ ഒരു തിരുവനന്തപുരത്തുള്ളൊരു പെൺകുട്ടി, ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാൾ ചവിട്ടി പുറത്തേക്ക് ഇട്ടു. അതെ. ഇത് ശരിക്കും ആ പെൺകുട്ടിക്ക് ആയോധന കല അറിയാമോ അറിഞ്ഞൂടെ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക്, ആ ഒരു പ്രസ്താവനയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഏത് രീതിയിലായിരിക്കണം ചിന്തിക്കേണ്ടിയിരുന്നത്. ഒന്ന്, ആ പെൺകുട്ടി ചിന്തിക്കേണ്ടിയിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടി നിന്ന സ്ഥലം ഡോറിനടുത്താണ് നിന്നത്. ഡോറിനടുത്ത് നിൽക്കുന്ന സമയത്തും ആ പെൺകുട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിയെ ചലഞ്ച് ചെയ്യാൻ പ്രാപ്തയാണോ എന്നുള്ളത് സ്വയം ചിന്തിക്കണം. ജാഗ്രത. 2, ഈ പറയുന്ന വ്യക്തിയുടെ സാമാന്യ ബോധം ഏത് രീതിയിലാണ്. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ച ഒരു മനുഷ്യനോട് നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റില്ല, സ്വബോധത്തിലല്ല. ആ മനുഷ്യനോട് ഉപദേശം കൊടുക്കാൻ പോരുത്, അല്ലെങ്കിൽ അയാളോട് ചോദ്യം ചെയ്യാൻ പോരുത്. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടിയിരുന്നത്, ആ കുട്ടി വളരെ സേഫായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് മാറി നിൽക്കണം. അലേർട്ട് നമ്പർ 2. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 3rd അലേർട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം ആ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ TT അറിയിക്കുക, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക. ഇതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ കുട്ടി ചെയ്യേണ്ടിയിരുന്നത്. എന്തോ അൺഫോർച്ചുനേറ്റ്ലി അതിനങ്ങനെ സംഭവിച്ചു. ആ സംഭവം ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായി. ജാഗ്രത എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ കുടുംബമായിട്ട് പോവുകയാണ്, രാത്രി 7 മണിക്ക് ശേഷം കാറിൽ യാത്ര ചെയ്യാണ്. ഒരാൾ ബൈക്കിലൂടെ ഓവർടേക്ക് വന്നു, ഫ്രണ്ടിൽ വന്ന് ചെറുത്ത് നിർത്തി, തെറി പറയുകയാണ്, അസഭ്യം പറയുകയാണ്. പോകരുത്, ഒരു തരത്തിലുള്ള വിഷയത്തിനും പോകരുത്. കാരണം നമ്മുടെ കൂടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അലേർട്ട്, ഓൾവേസ് അലേർട്ടായിരിക്കണം. ഒരു വാരിയറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അലേർട്ടായിരിക്കണം. യാത്ര ചെയ്യുമ്പോഴും അലേർട്ടായിരിക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്തും കൃത്യമായിട്ട് മരത്തിൻ്റെ മൂട്ടിൽ, തെങ്ങിൻ്റെ മൂട്ടിൽ പോയി ഇരിക്കരുത്, ശ്രദ്ധിക്കുക, അലേർട്ടായിരിക്കണം. ഈ അലേർട്ട്നെസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത്. ഒരു ലൈഫ് പ്രാക്ടിക്കൽ ഫൈറ്റ് വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതിൽ വിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 50% ആ ഫൈറ്റ് വിൻ ചെയ്യണമെങ്കിൽ 50% അലേർട്ട്നെസ് വേണം. നമ്മുടെ സാഹചര്യം എവിടെയാണ്, നമ്മളിവിടെ അറ്റാക്ക് ചെയ്യണം, അത് ഒഴിഞ്ഞു പോകണം. നമുക്കത് ബുദ്ധിമുട്ടില്ല. ഒരു പക്ഷേ ഒരു സോറിയിലൂടെ തീരുന്ന പ്രശ്നമാണെങ്കിൽ ആ സോറിയിൽ നമ്മൾ തീർക്കാൻ നോക്കുക. ആ 50% അലേർട്ടും കടന്നാണ് വരുന്നെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു 30% ഉണ്ട്. വരുന്ന ആളിനെ ശ്രദ്ധിക്കുക, അനലൈസ് ചെയ്യുക. ഇതിനൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് കണ്ടീഷനിങ് പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ്സിൽ ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഹൗ ടു മേക്ക് എ പ്രോപ്പർ ഡിസിഷൻ. നല്ല പ്രാക്ടീസ് വേണം. അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചു വന്നത്. അതെ, ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവരെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോകുന്ന ഈ ത്രെട്ടനിങ്ങിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഇവരെ പരുവപ്പെടുത്തി എടുക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, ഈ പരുവപ്പെടുത്തി എടുക്കുന്നതിന് നമ്മുടെ തന്നെ ഈ ആയോധന കലയിൽ, മർമ്മ ആയോധന കലയിൽ, ഒന്ന് സെൽഫ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്, മെൻ്റലി കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന, പരിശീലനം കൊടുക്കുന്ന വിദ്യകൾ. ഉദാഹരണം, ശാരീരികമായിട്ടുള്ള പ്രാക്ടീസുകൾ, വ്യായാമ മുറകളൊക്കെ വളരെയധികം കഠിന വ്യായാമ മുറകളാണ് കൊടുക്കുന്നത്. ഈ വ്യായാമ മുറകളിൽ നിന്ന് തന്നെ അച്ചടക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ പഠിക്കും. ഈ അച്ചടക്കത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് എതിർപ്പോ കാര്യങ്ങളോ, അച്ചടക്കം കുറഞ്ഞ വ്യക്തികൾക്ക് അതിൽ സ്വയം അച്ചടക്കത്തിലേക്ക് വരാനുള്ള അവസരം ഉണ്ട്. അപ്പം അങ്ങനെ ആ അച്ചടക്കം രൂപീകരിച്ച് അതിനോടൊപ്പം തന്നെ ഭക്ഷണ രീതി സാത്വികമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഭക്ഷണത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അത് വിവാദമായി പോകും. പക്ഷെ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിങ് സ്വയം വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം നമുക്കിതിലേക്ക് ഈ പറയുന്ന കണ്ടീഷനിങ് പ്രോസസ്സ് സക്സസ് ആവാൻ പറ്റും. അങ്ങനെ ഒരു കണ്ടീഷനിങ് പ്രോസസ്സ് സക്സസ് ആവുന്ന ആൾക്ക് അലേർട്ട്നെസ് ഓൾറെഡി ഉണ്ടാവും. എവിടെ പോയാലും അയാൾ അലേർട്ടായിരിക്കും. അതിനുശേഷം വരുന്നതാണ് ഈ വരുന്ന ശത്രു അല്ലെങ്കിൽ എതിരാളിയെ പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുന്നു, ഒരു മദ്യപാനി വരികയാണ്, അയാളെ നമുക്ക് പരിചയമില്ല, ആ വ്യക്തിയാണ് വരിക എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അയാൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയാണ്. അയാൾ ചിലപ്പോൾ തെറി പറയും. നമ്മൾ പോകുമ്പോൾ, റോഡിലൂടെ പോകുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന സ്ട്രീറ്റിലെ പട്ടികളൊക്കെ കുരയ്ക്കും. നമ്മൾ തിരിച്ചു നിന്ന് കുരയ്ക്കാറില്ല. അപ്പോൾ അതുപോലെ അയാൾ തെറി പറയുകയാണെങ്കിൽ തെറി പറഞ്ഞിട്ട് പോട്ടെ, അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടിയല്ലോ എന്ന് കരുതി നമ്മൾ സമാധാനിക്കുക, പോവുക. റിയാക്ട് ചെയ്യാൻ പോകരുത്, തിരിച്ച് പറയാൻ പോകരുത്. ഇനി ഒരു രക്ഷയില്ല, അയാൾ വന്നിട്ട് വെറുതെ ഒന്ന് നമ്മുടെ ദേഹത്തേക്ക് തള്ളിയിടാൻ പോവുകയാണെങ്കിൽ സോറി ചേട്ടാ, എനിക്ക് വേറെ വഴിയുണ്ട് എന്ന് പറയുക. ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഇല്ല, ഒരു രക്ഷയില്ല, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ച് അടങ്ങൂ എന്ന് വരികയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയും മാറാനുള്ള ശ്രമങ്ങളാണ് ആദ്യമേ നടത്തേണ്ടത്. എസ്കേപ്പ് ചെയ്തു പോകാനാണ് ശ്രമിക്കേണ്ടത്. എസ്കേപ്പ് ചെയ്യാൻ അയാൾ സമ്മതിക്കുന്നില്ല,
നമ്മളെ ഉപദ്രവിച്ചേ പറ്റൂ എന്നുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുന്ന ഒരാളടുത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ചെറിയ രീതിയിലുള്ള മർമ്മപ്രയോഗങ്ങളിലൂടെ അദ്ദേഹത്തിനെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, നമുക്ക് അവിടെ നിന്ന് മാറുക എന്നുള്ളത്. അതെ, അദ്ദേഹത്തിനെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റും. ഇനി ആയുധം ഉപയോഗിച്ചാണ് ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്, റൈറ്റാണ്. സോ ആ ആയുധത്തിനെ ഡിസാം ചെയ്യുക, തിരിച്ച് ആയുധം കൊണ്ട് അയാളെ ഉപദ്രവിക്കരുത്. അതിനെ ഡിസാം ചെയ്യുക, സക്സസ്ഫുള്ളി ഡിസാം ചെയ്ത് ആ ആയുധത്തിനെ ദൂരെ വലിച്ചെറിയുക, അയാളോട് പോകാൻ പറയുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലേർട്ട്. ഒരു 50%, 30% ആളിനെ തിരിച്ചറിയുക. പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ അയാളോട് പെരുമാറേണ്ട രീതി എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രണ്ടൊരു സുഹൃത്തുക്കളാണ്, നമ്മൾ സംസാരിച്ച് നിന്ന് നിങ്ങൾ പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെടുന്നു. അപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ കൂടെ ഒരു നിന്ന ആളാണ്, അയാൾ ദേഷ്യപ്പെട്ടു, ഉടനെ അയാൾ കയറി എൻ്റെ നെഞ്ചിൽ പിടിച്ചു, ശരി വിടുക. അതാണ് സ്നേഹം. അവിടെയാണ് നമ്മുടെ സുഹൃത്ബന്ധം വിജയിക്കുന്നത്. ബോധം എന്ന് വേണമെങ്കിൽ പറയാം, ബോധം. അപ്പം അത്തരത്തിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ അളക്കണം, കൃത്യമായിട്ട് അളക്കണം. അതെൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, പക്ഷെ എൻ്റെ ശത്രുവല്ല, നാളെ വീണ്ടും തിരിച്ചു വരാം. അതെ, അങ്ങനെ അങ്ങ് ഒഴിവാക്കി വിടുക. ഇനി അങ്ങനെയല്ല, നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. ഇപ്പം നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഡെയിലി ലൈഫിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. വെറുതെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം പൊറോട്ട ചോദിച്ചിട്ട് കറി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഹോട്ടൽ ഓണറിനെ എടുത്തിട്ട് അടിക്കുന്ന വിഷയങ്ങൾ വളരെയധികം വയലൻ്റ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം. എല്ലാ മനുഷ്യരിലും ഭക്ഷണക്രമത്തിൻ്റെ വ്യത്യാസം അവൻ്റെ പെരുമാറ്റത്തിലും വന്നിട്ടുണ്ട്. കുഴിമന്തിയും അൽഫാമും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഞാൻ ഭക്ഷണത്തിന് പ്രത്യേകം പറയുന്നില്ല, സാത്വിക ഭക്ഷണം കുറവ് വരുന്നതുകൊണ്ടാണ്. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ സാത്വിക ഭക്ഷണം കുറഞ്ഞു, പച്ചക്കറികൾ കുറയും. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം തിരുവനന്തപുരത്തിന് ഒരു ഭക്ഷണക്രമം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് തിങ്കൾ മുതൽ അടുത്ത സൺഡേ വരെ, ഞായർ വരെ ഒരു റൊട്ടീൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഓരോ ദിവസം ഓരോന്നാണ് പണ്ട് കിട്ടുന്ന അങ്ങനെ ഒരു ക്രമം ഉണ്ടായിരുന്നു. അന്നത്തൊക്കെ മനുഷ്യന് ആയുസ്സും കൂടുതലുണ്ടായിരുന്നു. അതെ, പിന്നെ നല്ല കൃഷി എടുക്കാൻ കർഷകരായിരുന്നു, എത്ര പണിയെടുത്താലും വേറെ കുഴപ്പമില്ലായിരുന്നു. അപ്പം അവർ അന്ന് കൂടുതലും ഈ എല്ലാവരും എനിക്ക് തോന്നുന്നതിൽ പട്ടാളത്തിൽ, രാജഭരണത്തിൽ പട്ടാളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്കൊരു ഭക്ഷണക്രമം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് അങ്ങനെ മൊത്തത്തിലൊരു ഭക്ഷണ രീതി ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മൾ ഈ തമിഴ്നാടിന്റെ തെക്കൻ തമിഴ്നാട് സ്റ്റേറ്റുകളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ജില്ല ആയതുകൊണ്ട്, തെക്കൻ തമിഴ്നാട് ജില്ലകളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതുകൊണ്ടുണ്ടായിട്ടുള്ള കുറേ ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് ജില്ലകളിലും കാണുമായിരിക്കാം, പക്ഷെ തിരുവനന്തപുരത്തിന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. കാരണം അത് നമുക്ക് ആ ഒരു ഭക്ഷണത്തിന്റെ സ്വാധീനം, ആ ഒരു നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ മരിച്ചിനി ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന പല വിദ്യകളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ തെക്കൻ കളരിയിൽ നിന്നാണ് ഈ മർമ്മ പ്രയോഗങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പം അങ്ങനെ സ്വീകരിച്ചത് കൊണ്ടും എന്താ പറയുക, നമ്മുടെ ഭക്ഷണ സംസ്കാരം ആ രീതിയിൽ രൂപപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ പൊതുവെ എന്താ പറയുക, തിരുവനന്തപുരത്തുകാർക്ക് ആതിഥ്യ മര്യാദ കൂടുതലാണെന്ന് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വേ ഓഫ് ഫുഡിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അത് ശരിക്കും നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുളി ഒക്കെയുള്ള ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് നമുക്ക് ഇത് വരുന്നുണ്ട്, ഓരോ സ്വഭാവത്തിൽ മുൻകോപങ്ങൾ വരുന്നത്. അപ്പോൾ കോപം, അനിയന്ത്രിതമായിട്ടുള്ള കോപം നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിൽ സക്സസ് ആയ വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഡെയിലി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. എത്ര പേരുണ്ട് ഇപ്പോൾ ശിഷ്യഗണങ്ങളായിട്ട്? ശിഷ്യന്മാർ മൊത്തം ഒരു 12 പേര്, ഒരു 6 പേരോളം ബേസിക് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു 3 പേര് നിലവിലിപ്പം ട്രെയിനിങ്ങിലുണ്ട്, 3 പേര് വേറൊരു പ്ലേസിലാണ്. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നാട്യവേദ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഡാൻസ് സ്കൂളുണ്ട്. ഈ സദേൺ കേരളയിൽ വന്നിട്ട് നല്ല ലീഡിങ് ആയിട്ടുള്ളൊരു ഡാൻസ് ഗ്രൂപ്പാണ്. സോ അവരുമായിട്ട് ചേർന്ന് കൊളാബ് ചെയ്താണ് നമ്മൾ ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ടൈമിലാണ് ഇതൊക്കെ? ഇപ്പോൾ ഇവിടെ സൺഡേ, ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക് ക്ലാസ്, 1.5 മണിക്കൂർ ക്ലാസ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് 6 മാസം വരെ നീണ്ടുപോകും.
ഒരു കോഴ്സ് ഒരു കോഴ്സ് ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സാണ്. അതിലൊരു 60 മുതൽ 70 മർമ്മം വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും, കളരിയുടെ പ്രയോഗം വരുന്നുണ്ട്, കരാട്ടെ വരുന്നുണ്ട്, എയ്ക്കിഡോ വരുന്നുണ്ട്, പിന്നെ അതുപോലെ കുങ്ഫു വരുന്നുണ്ട്. എന്തൊക്കെ പഠിച്ചാലും നമ്മൾ ഈ ലൈഫ് ഒന്ന് ചേഞ്ച് ആവുക എന്നുള്ളതാണ്. അതെ, ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ക്രാവ് മാഗ എന്ന് പറഞ്ഞിട്ടൊരു ആയോധന കലയും കൂടെ അതിൽ അഡീഷൻ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആയോധന കലയാണ്. ഇതിൽ നിന്ന് ഇതെല്ലാം അടിസ്ഥാനം കളരിയാണെങ്കിൽ പോലും അവർ ഒരു എന്താ പറയുക വ്യത്യസ്തമായ രീതിയിൽ അത് കാണിക്കുന്നു. അപ്പൊ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകുന്നത് ഒരാളുടെ ലൈഫ് ചേഞ്ച് ആവുക എന്നുള്ളതാണ്. ഈ ധനം മാത്രമല്ല, അതെ അതെ, ചില സമയത്ത് നമുക്ക് ഇത് നമ്മൾ പിന്തുടർന്നാൽ തന്നെ നമുക്ക് അതെല്ലാം വന്നു ചേരും. നമ്മൾ ആയുസാണല്ലോ ആദ്യം വേണ്ടത്. അതെ അതെ, ആയുസും ആരോഗ്യം ഉണ്ടെങ്കിലേ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് വീണ്ടും തുടരേണ്ടതുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുന്നുവെങ്കിലും വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.